ഹലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാണ്ഡെ ബീജൻ ശർമ്മ ഉഗ്ര എഴുതിയ വളരെ ചെറിയ പക്ഷേ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കഥയെക്കുറിച്ചാണ്. ഈ കഥ ശരിക്കും വിശ്വാസത്തെയും നമ്മുടെ പ്രവൃത്തികളെയും കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ഈ കഥയുടെ എല്ലാം തുടക്കം ഈയൊരു ചോദ്യത്തിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ ദൈവത്തോട് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു, പക്ഷെ അതിനൊന്നും ഒരു മറുപടിയും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ഈയൊരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം. അപ്പോ കഥയുടെ ആദ്യത്തെ ഭാഗം ഇതാണ്: മനുഷ്യന്റെ അന്വേഷണം. ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലുള്ള ഒരു അടിസ്ഥാനപരമായ ആഗ്രഹത്തിൽ നിന്നാണ് നേരത്തെ ഈ കഥ തുടങ്ങുന്നത്. കുറച്ചുകൂടി സുരക്ഷിതമായി, കുറച്ചുകൂടി നന്നായി ജീവിക്കാനുള്ള ഒരു ആഗ്രഹം. കഥയുടെ തുടക്കത്തിൽ മനുഷ്യന്റെ അവസ്ഥ ഇതായിരുന്നു. പ്രകൃതിക്ക് മുന്നിൽ വളരെ നിസ്സഹായനായിരുന്നു. എപ്പോ വേണമെങ്കിലും ഒരു ഇടിമിന്നലോ പേമാരിയോ വരാം. ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ വേണം. ജീവിതം കുറച്ചുകൂടി സുഖമുള്ളതാവണം. ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് തങ്ങളെക്കാൾ വലിയൊരു ശക്തിയുടെ സഹായം വേണമെന്ന് തോന്നിത്തുടങ്ങി. അപ്പോ അവർക്ക് തോന്നിയ ആദ്യത്തെ പരിഹാരം എന്തായിരുന്നു? ദൈവത്തെ പ്രീതിപ്പെടുത്താനായി ഒരു ആരാധനാലയം പണിയുക. അങ്ങനെ അവർ ഒരു ക്ഷേത്രം പണിതു. തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നടത്തിത്തരും എന്ന ഉറച്ച പ്രതീക്ഷയോടെ അവർ അവിടെ ആരാധന തുടങ്ങി. പക്ഷേ കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ആ പ്രതീക്ഷകൾക്ക് പതിയെ മങ്ങലേറ്റ് തുടങ്ങി. പ്രാർത്ഥനകൾക്കൊന്നും ഫലം കാണാതെ വന്നപ്പോൾ അവർ പതിയെ നിരാശയിലേക്ക് വീണു. അപ്പോ അവരുടെ ശ്രമങ്ങളിങ്ങനെ തുടർന്നുപോയി. ക്ഷേത്രത്തിലെ പ്രാർത്ഥന ഫലിക്കാതെ വന്നപ്പോൾ അവർ വിചാരിച്ചു, ഒരുപക്ഷേ ദൈവത്തിന്റെ രൂപം മാറിയാൽ ശരിയാകുമെന്ന്. അങ്ങനെ ഒരു പള്ളി പണിതു. അതും ശരിയാകാതെ വന്നപ്പോൾ രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കാൻ ഒരു മസ്ജിദ് സ്ഥാപിച്ചു. കെട്ടിടങ്ങളും ആരാധനാ രീതികളും മാറിയെന്നല്ലാതെ അവരുടെ സമീപനത്തിനൊരു മാറ്റവും വന്നില്ലല്ലേ? കഥയിലെ ഈ ഒരു വാചകം മതി അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ. എത്രയൊക്കെ കെട്ടിടങ്ങൾ മാറ്റിപ്പണിതിട്ടും പ്രാർത്ഥനയുടെ രീതികൾ മാറ്റിയിട്ടും അവരുടെ പ്രധാന പ്രശ്നത്തിന് ഒരു പരിഹാരവും കിട്ടിയില്ല. ഒരു ആഗ്രഹവും നടന്നില്ല. ഈ കണക്കൊന്നു നോക്കൂ. അവരുടെ അധ്വാനത്തിന്റെ ഭൂരിഭാഗവും, അതായത് ഒരു 80%, ഈ ആരാധനാലയങ്ങൾ പണിയാനാണ് അവരുപയോഗിച്ചത്. പക്ഷേ അതിൽ നിന്ന് അവർക്ക് കിട്ടിയ ഫലമോ? ഒരു വലിയ 0. ഒരു പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം കിട്ടിയില്ല. അധ്വാനം മുഴുവൻ വെറുതെയായ ഒരു ജനതയുടെ നിരാശ നമുക്കിതിൽ കാണാം. അങ്ങനെ തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ അവരൊരു തിരിച്ചറിവിലേക്കെത്തുകയാണ്. ഒരേ വഴിയിൽ തന്നെ പോയിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ കഥയിൽ നിർണായകമായൊരു വഴിത്തിരിവ് വരുന്നു. അവർ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുകയാണ്. അതെ, ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്തിട്ട് ഫലമില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ ആ പഴയ രീതി അങ്ങ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് അവരുടെ ചിന്തയിൽ വന്ന ഒരു വലിയ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഈ താരതമ്യം നോക്കൂ. ഇതാണ് കഥയുടെ ആ ഒരു കാതൽ. പഴയ രീതിയിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ആരാധനയിലായിരുന്നു. ക്ഷേത്രം, പള്ളി, അവിടെയൊക്കെ പോയി വെറുതെ വിശ്വസിച്ചിരിക്കുക. എന്നാൽ പുതിയ രീതിയിലോ ശ്രദ്ധ മുഴുവൻ കച്ചവടത്തിലേക്കായി, സ്വന്തം പ്രവൃത്തിയിലേക്ക്. അവർ ക്ഷേത്രത്തിൽ നിന്നും പള്ളിയിൽ നിന്നും മാറി ഒരു ജനറൽ സ്റ്റോറിലേക്ക്, അതായത് സ്വന്തം കർമ്മത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അവർ ചെയ്തത് ഇതാണ്. അടുത്തതായി ഒരു അമ്പലം പണിയുന്നതിനു പകരം അവരൊരു കച്ചവട സ്ഥാപനം തുടങ്ങി. അവരുടെ ഊർജവും അധ്വാനവും മുഴുവൻ സ്വന്തം പ്രവൃത്തിയിലേക്ക് മാറ്റി. ഇത് ശരിക്കും സ്വയം പര്യാപ്തതയുടെ ഒരു തുടക്കമായിരുന്നു. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല അല്ലേ? മറ്റൊരാൾ സഹായിക്കാൻ കാത്തുനിൽക്കുന്നതിൽ നിന്ന് സ്വന്തം പ്രയത്നത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകുന്ന ഒരു കംപ്ലീറ്റ് 180 ഡിഗ്രിയിലുള്ള ഒരു മാറ്റമായിരുന്നു അത്. അപ്പോ ഈ സംഭവങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്, അതിന്റെ ആത്മാവിലേക്ക്. ആ പുതിയ വഴി അവർക്ക് നൽകിയ തിരിച്ചറിവ് എന്തായിരുന്നു? അതാണ് അടുത്ത ഭാഗം. പ്രവൃത്തിയാണ് ദൈവം. അതെ, ഇതാണ് ആ കഥയുടെ ഹൃദയം. കർമ്മം തന്നെയാണ് ഈശ്വരൻ. എന്നുവെച്ചാൽ പ്രവൃത്തിയാണ് ദൈവം. ഫലം തരുന്നത് പ്രാർത്ഥനകളല്ല, നമ്മുടെ സ്വന്തം പ്രവൃത്തികളാണ് എന്ന വലിയ തിരിച്ചറിവായിരുന്നു അത്. അപ്പോ ഇവിടെ കർമ്മം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ ലളിതമാണ്. ഫലം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ പ്രവർത്തിക്കണം. വെറുതെ ഇരുന്ന് വിശ്വസിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. വിജയം വരുന്നത് നമ്മുടെ പ്രയത്നത്തിലൂടെ മാത്രമാണ്. കഥയുടെ അവസാനം ഈ ആശയം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തെങ്കിലും നേടണമെങ്കിൽ സ്വന്തമായി അധ്വാനിക്കണം. വെറുതെ പ്രാർത്ഥിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല. ഫലം കിട്ടാൻ സ്വന്തം കർമ്മം ചെയ്യണം എന്ന ശക്തമായ സന്ദേശമാണ് ഈ കഥ തരുന്നത്. അപ്പോ ഈ പുതിയ വഴിയുടെ ഫലം എന്തായിരുന്നു? ഗംഭീരമായിരുന്നു. അവരെ കച്ചവടം വലിയ വിജയമായി. അവർക്ക് നല്ല അഭിവൃദ്ധിയുണ്ടായി. അതോടെ പഴയ തർക്കങ്ങളെല്ലാം അവർ മറന്നു. ക്ഷേത്രമാണോ പള്ളിയാണോ വലുത് എന്നൊക്കെയുള്ള ചർച്ചകൾക്കൊരു പ്രസക്തിയുമില്ലാതായി. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് ഫലം നൽകിയ പണം തന്നെ അവരുടെ പുതിയ ദൈവമായി മാറി. ഈ കഥ അവസാനിക്കുമ്പോൾ നമ്മളോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് നമ്മുടെ ജനറൽ സ്റ്റോർ?
എവിടെയാണ് നമ്മൾ നമ്മുടെ ഊർജ്ജവും വിശ്വാസവും പ്രയത്നവും നിക്ഷേപിക്കേണ്ടത്? അതിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു.